ഹായ് ഗായ്സ് അപ്പോൾ ചേമ്പിൻ്റെ തണ്ടിനെ കൊണ്ട് ഒരു തോരൻ അല്ലെങ്കിൽ ഉപ്പേരി വെച്ചാലോ? നമ്മൾ മലബാർ സൈഡിലൊക്കെ ഉപ്പേരി എന്നാണ് കേട്ടോ പറയാറ്. അപ്പം ചേമ്പിൻ്റെ ഒറ്റൊരു തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തണ്ടിൻ്റെ പുറം ഭാഗം നമ്മൾ ആ തൊലി റിമൂവ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അത് ചൊറിയും. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ സവോള അരിഞ്ഞത് കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സവോള എടുക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു ചേനത്തണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് ഉപ്പിടാവുള്ളൂ, കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. ഒരു 2 മിനിറ്റ് മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴന്ന് വരുന്ന ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ രാഗിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ രാഗിയത് കൂടുന്തോറും നമ്മൾ അതിനെ ഉപ്പേരിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ തേങ്ങ രാഗിയതും ഇട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ചോറിൻ്റെ കൂടെ ഈ ഉപ്പേരി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ആദ്യമായിട്ടായിരുന്നു. പക്ഷേ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്, നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കുക. ഇത് മാത്രമായിട്ടും